പണ്ട് തൊട്ടേ ട്യൂഷനൊക്കെ എടുക്കുമെങ്കിലും ഈ ബോർഡൊക്കെ വെച്ച് പഠിപ്പിക്കാനാണ് എനിക്ക് കൂടുതലും ഇഷ്ടം. പക്ഷേ അന്ന് നമ്മുടെ വീട്ടിലെ ബോർഡൊന്നും ഇല്ലായിരുന്നു. ഈ വേലിയൊക്കെ കെട്ടാൻ ഉപയോഗിക്കുന്ന കറുത്ത പ്ലാസ്റ്റിക് ഷീറ്റ് സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഭിത്തിയിൽ ഒട്ടിച്ച് അതിനകത്ത് ചോക്ക് ഉപയോഗിച്ച് എഴുതിയിട്ടായിരുന്നു ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ചോക്കുപൊടി എനിക്കും അച്ഛനും ഒരേപോലെ അലർജിയായിരുന്നു. എങ്കിലും ഞാൻ കുറേയൊക്കെ അതിനകത്ത് എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. കല്യാണത്തിന് ശേഷവും വന്ന വീട്ടിൽ ഒത്തിരി സമയത്ത് ഈ ബോർഡായിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു ഗിഫ്റ്റ് തന്നതാണ് ഈ വൈറ്റ് ബോർഡ്. ഒരുപാട് ആഗ്രഹിച്ച് എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു മനോഹരമായ ഗിഫ്റ്റാണിത് കേട്ടോ. ഏതാണ്ട് ഒരു 4 വർഷത്തിന് മേളിലായി ആളിവിടെ വന്നിട്ട് ഇതേപോലുള്ള കുറേ മാർക്കർ പെന്നുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. മഷി പെട്ടെന്ന് തീരുന്നത് കൊണ്ട് പുതിയ മാർക്കർ പെന്ന് വാങ്ങിക്കണമെങ്കിൽ 10-35 രൂപ വേണം. ഇതാവുമ്പം ഈ മഷി ഉണ്ടെങ്കിൽ നമുക്കങ്ങ് നിറച്ചാൽ മതി. പക്ഷെ ഇത് പെർമനന്റ് മാർക്കറിന്റെ മഷിയാണ് കേട്ടോ. കുറച്ചുകൂടെ വലിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ബോർഡൊക്കെ യൂസ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ കുറച്ചുകൂടെ അവർക്ക് മനസ്സിലാവുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അബിക്ക് നമ്മുടെ ഭൂമിയുടെ ഇമാജിനറി ലൈൻസ് ഒക്കെ നേരത്തെ പഠിക്കാനുണ്ട്. ഇത് സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് 6ാം ക്ലാസ്സിലാവും പഠിക്കാൻ. എന്നാൽ സ്റ്റേറ്റും മോശമല്ല, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. പരന്ന വായന നിർബന്ധമായിട്ടും വേണ്ടതാണ്.